യുഎയിലെ പുരാതനമായ പള്ളികളിൽ ഒന്നായ സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പുനർനിർമ്മിച്ച് വിശ്വാസികൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. 50 വർഷത്തിലേറെ പാരമ്പര്യമുള്ള പള്ളിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. യുഎയിൽ 1968 65 അംഗങ്ങളായ ഒരു കോൺഗ്രേഷനായി തുടങ്ങിയ സഭയ്ക്ക് യുഎ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനാണ് അന്ന് ഖാലിദിയയിൽ ചർച്ച് നിർമ്മിക്കാൻ സ്ഥലം അനുവദിച്ചത്. ഷെയ്ഖ് സായിദ് തന്നെ ശിലയിട്ട ദേവാലയത്തിൽ 1971 ഡിസംബർ 1 ആദ്യ പ്രാർത്ഥന നടന്നിട്ട് ഇപ്പോൾ 53 വർഷം. 53 വർഷങ്ങൾക്കിപ്പുറം 1.5 കോടി ദിർഹം ചെലവിൽ പള്ളി പുനർനിർമ്മിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അബുദാബി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിനെ കുറിച്ച് ഒരു വാക്ക് നമ്മൾ അനുസ്മരിക്കുകയാണെങ്കിൽ 1968 കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ഈ യുഎഇയുടെ മണ്ണിലേക്ക് കുടിയേറിയ പിതാക്കന്മാർ അവരുടെ ഒരു വലിയ പ്രാർത്ഥനാ സംഗമം 1968 ആരംഭിച്ചു. 68 തന്നെ അത് കോൺഗ്രിഗേഷനായി രൂപപ്പെടുകയും സഭയുടെ പ്രോത്സാഹന പ്രകാരം നിർദ്ദേശപ്രകാരം 1970 ഇവിടെ ഒരു ദേവാലയത്തിന് പ്രത്യേകിച്ച് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ ഹിസ് ഹൈനസ് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ അദ്ദേഹം തറക്കല്ലിട്ട് ആരംഭിച്ചതാണ് ഈ ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഒരേ സമയം 2000 ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ള യുഎയിലെ ഏറ്റവും വലിയ ദേവാലയങ്ങളിൽ ഒന്നായ കത്തീഡ്രൽ ഒട്ടേറെ പുതുമകളോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഔട്ടർ ഡിസൈൻസ് മുഴുവൻ ഈ രാജ്യത്തിൻ്റേതായിട്ടുള്ള ഒരു അഭിരുചിക്കനുസരിച്ചാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഇപ്പോൾ കേരളത്തിലെ ഒരു പള്ളിയുടെ രൂപകൽപ്പന അല്ല, ഒരു ഡിസൈൻ അല്ല ഇതിൻ്റെ ബാഹ്യമായ രൂപം. ഇന്നർ സൈഡ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ബാഹ്യ സൈഡ് ഈ രാജ്യത്തിൻ്റേതായിട്ടുള്ള ഒരു രൂപകൽപ്പനയാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. യുഎയുടെ സഹിഷ്ണുതയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മറ്റൊരു മാതൃക കൂടിയാവുകയാണ് പള്ളി. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ സ്ഥാപിച്ച ദേവാലയത്തിൽ മദ്ബഹ, ക്രിസ്തുവിന് ജനനം മുതൽ സ്വർഗാരോഹണം വരെയും പരസ്യ ശുശ്രൂഷയിലൂടെ നടത്തിയ അത്ഭുതങ്ങൾ, ഉപമകൾ എന്നിവയാണ് ദേവാലയത്തിന് ചുറ്റുള്ള ഗ്ലാസുകളിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. പൗരാണിക പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കുന്ന നാടകശാല എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നെത്തിയ 10 കലാകാരന്മാർ 4 മാസമെടുത്താണ് ഈ കൊത്തുപണികൾ പൂർത്തിയാക്കിയത്. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ രാജ്യത്തിലെ നിയമങ്ങൾ പാലിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ഓരോ വ്യക്തികളെയും ഉൾക്കൊള്ളാൻ, അത് മത വ്യത്യാസമില്ലാതെ എന്തെങ്കിലും സഹായങ്ങൾ അഭ്യർത്ഥിച്ചു വന്ന് ഇവിടെ വരുമ്പോൾ ഇടവകയിലെ എല്ലാവിധമായ കൈത്താങ്ങൽ നൽകിയിട്ടുണ്ട്. അതൊരു പക്ഷേ ജോലി സംബന്ധമായി ഇവിടെ ഒരു ജോലി അന്വേഷിച്ച് വരുവാണെങ്കിൽ അങ്ങനെ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങനെ, അതുപോലെ തന്നെ ഒരു പ്രയാസം വന്ന് നാട്ടിലേക്ക് പോകുന്ന എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇടവക ഒന്നായി കൂടെ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ ഐക്കനോഗ്രഫിയാണ്
ഇതിനകത്ത് പ്രധാനപ്പെട്ട് കാണുന്നത്. ഐക്കണോഗ്രഫിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 40 ദിവസക്കാലം പിതാക്കന്മാർ പ്രാർത്ഥിച്ച് അവരുടെ മനസ്സിൽ വരുന്ന ഈ സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ വരച്ചെടുത്ത് പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുന്ന ചിത്രവൈഭവങ്ങളാണ് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കാണുന്നത്. പുറമേ കാണുന്നതായ ഈ നമ്മുടെ സ്ട്രക്ചർ, പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു പൗരാണിക ദേവാലയത്തിൻ്റെ സ്ട്രക്ചറിന് വിപരീതമായിട്ടുള്ള ഈ രാജ്യത്തോടുള്ള ടോളറൻസിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രക്ചറാണ് രൂപകൽപ്പന നൽകിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ സ്ട്രക്ചറും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും കാര്യങ്ങളുമെല്ലാം അതിന് വേണ്ടതായ എല്ലാ ക്രമീകരണം ചെയ്ത് ഞങ്ങളുടെ ഇടവകയിൽ അംഗങ്ങൾ തന്നെ രൂപകൽപ്പന നൽകിയതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൺസൾട്ടൻറ്റിന് മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് ക്രമീകരിച്ചത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഇടവകയിൽ വന്ന് ഒട്ടുള്ള ആളുകൾ തന്നെയാണ്. പള്ളിയുടെ കൂദാശയും പ്രതിഷ്ഠയും മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയുടെ പ്രധാന കാർമ്മികത്വത്തിലും ബ്രഹ്മവാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത യാക്കോമാർ ഏലിയാസ്, ഒപ്പം ഡൽഹി ഭദ്രാസന മെത്രോപ്പൊലീത്ത യുഹനോൻ മാർ ദിമിത്രിയസിന്റെയും ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസന സഹായ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ പീലക്സിന്യൂസിന്റെയും സഹകാർമ്മികത്വത്തിലാണ് നടക്കുക. നിലവിൽ 2000-ഓളം കുടുംബങ്ങളാണ് ഇടവകയിലുള്ളത്. ആഴ്ചതോറും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ 6000-ലേറെ വിശ്വാസികളാണ് എത്തുന്നത്.